നമസ്കാരം. ക്യൂബയിൽ വിവാദ പ്രസ്താവന നടത്തിയ തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. രാജ്യത്ത് ഭിക്ഷക്കാരില്ല എന്നായിരുന്നു ഈ മന്ത്രി പരസ്യമായി പാർലമെൻറ്റിൽ വിളിച്ചു പറഞ്ഞത്. ഇതിൻ്റെ പേരിൽ രാജ്യത്ത് വ്യാപകമായ തോതിലുള്ള പ്രതിഷേധം കൂടി ഉയർന്ന സാഹചര്യത്തിലാണ് ഈ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നത്. ക്യൂബയിൽ ഭിക്ഷക്കാരില്ലെന്നും മാലിന്യ കൂമ്പാരങ്ങളിലൂടെ നടക്കുന്ന ആളുകൾ എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുമാണ് തൊഴിൽ മന്ത്രിയായ മാർട്ട എലീന ഫെയ്റ്റോ കബ്രേര വെളിപ്പെടുത്തിയിരുന്നത്. ഈ കാബ്രേര അവിടുത്തെ വളരെ പ്രമുഖയായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയാണ്. പാർലമെൻറ്റിലാണ് ഈ ഒരു പ്രസ്താവന നടത്തിയത് എന്നുള്ളതിനെ തുടർന്ന് അതിശക്തമായ തോതിൽ നാട്ടിലും വിദേശത്തുമുള്ള ക്യൂബക്കാർ പ്രതിഷേധിക്കാൻ തുടങ്ങി. കാരണം ക്യൂബയിലെ അവസ്ഥ ഇപ്പോൾ അതിദയനീയമാണ്. അവിടെ അതിഭീകരമായ ദാരിദ്ര്യമാണ്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ കാരണമാണ് രാജ്യത്തിന് ഈ ഒരു ഗതി വന്നത് എന്നാണ് ഇപ്പോൾ പലരും ആരോപിക്കുന്നത്. എന്നാൽ സർക്കാർ പറയുന്നതാകട്ടെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതാണ് ഇതിനെല്ലാം കാരണം എന്നാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടുമായിരുന്ന സമൃദ്ധിയുടെ ഒരു രാജ്യമായിരുന്നു ക്യൂബ. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ക്യൂബയിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഭിക്ഷക്കാരെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. റോഡരികിലെ ചപ്പുചവറുകൾക്കിടയിൽ പോലും ഏതെങ്കിലും ഭക്ഷണാവശിഷ്ടം ഉണ്ടെങ്കിൽ അത് തപ്പിയെടുത്ത് കഴിക്കുന്ന ആളുകളെ നമുക്കവിടെ കാണാൻ കഴിയും. ഉന്തുവണ്ടികളിലും മറ്റും വേസ്റ്റ് നീക്കം ചെയ്യുമ്പോൾ അവിടെ ഓടിയെത്തി അതിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ പറ്റിയ സാധനമുണ്ടോ എന്ന് നോക്കുന്ന ആളുകളുണ്ട്. അതുപോലെ അവിടെ രൂക്ഷമായ തോതിൽ വീടുകൾ ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും കടകളുടെ മുന്നിലും മറ്റുമാണ് രാത്രി കിടന്നുറങ്ങുന്നത്. കൂടാതെ അവിടെ മരുന്ന് പോലും കിട്ടാനില്ലാത്ത അവസ്ഥയിലാണ്. ഈ ഒരു സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഈ മന്ത്രി ഈ ഒരു അബദ്ധം വിളിച്ച് പറഞ്ഞത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലും ചൊടിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം. ക്യൂബയിലെ ഭരണാധികാരികൾ യാതൊരു യാഥാർത്ഥ്യ ബോധവുമില്ലാത്ത ദന്തഗോപുരവാസികളാണ് എന്ന് ജനങ്ങൾ കരുതുന്ന രീതിയിലാണ് ഈ മന്ത്രി ഈ പ്രസ്ഥാനം നടത്തിയത് എന്നാണ് ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതേക്കുറിച്ച് വിലയിരുത്തൽ നടത്തിയത്. ആ രാജ്യത്തെ പ്രസിഡന്റ് തന്നെ പാർലമെൻറ്റിൽ ഈ മന്ത്രിയെ തള്ളിപ്പറയുന്ന അവസ്ഥ വന്നു. താങ്കൾ ഒരിക്കലും സാധാരണക്കാരുടെ ദുഃഖം കണ്ടില്ലെന്ന് നടിക്കുന്ന ആളുകളല്ല എന്നും അവർക്ക് ആവശ്യമായ നീതി ലഭ്യമാക്കാൻ എല്ലാ വിധത്തിലും തങ്ങൾ ശ്രമിക്കുകയാണ് എന്നുമാണ് പ്രസിഡന്റ് അവിടെ പാർലമെൻറ്റിനെ അറിയിച്ചത്. ഏതായാലും ഇത് നമ്മുടെ നാട്ടിലെ ക്യൂബ പ്രേമികളെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയൊരു തിരിച്ചടിയാണ്. കാരണം അവിടെ ഇത്രയധികം ഭിക്ഷക്കാരുണ്ടെന്നും ജനങ്ങൾ ദുരിതത്തിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് എന്നുമുള്ള വാർത്തകൾ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഇടത് ബുദ്ധിജീവികളും അവരുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുമൊക്കെ തന്നെ മറച്ചു വയ്ക്കുന്നതാണ് പതിവ്. പണ്ട് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾക്ക് നേരെ ജനരോഷം ഉയർന്ന സംഭവമൊക്കെ തന്നെ നമുക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോയുടെ കാലത്ത് അവിടെ സ്വർഗ്ഗമായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിച്ച് നടന്നിരുന്നത്. പക്ഷേ ഈ മന്ത്രി ഇത്രയും വലിയൊരു അബദ്ധം വിളിച്ച് പറഞ്ഞത് അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനും അത് തിരുത്താനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായി എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. കാരണം ക്യൂബയിൽ ഒരു കാലത്തും ആർക്കും അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിടുന്നതായിരുന്നു അവിടുത്തെ രീതി. അതുപോലെ അവിടുത്തെ ഈ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനും സാധ്യമല്ലായിരുന്നു. ഇപ്പോൾ ഏതായാലും ഓൺലൈനിലൂടെ അല്ലാതെയൊക്കെ തന്നെ ജനങ്ങൾ അതിശക്തമായി പ്രതിഷേധിച്ചതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചത്. ഈ നടപടിക്ക് ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒടുവിൽ അംഗീകാരം നൽകുകയായിരുന്നു. കാരണം ഈ മന്ത്രിയെ തള്ളിപ്പറയാതെ അവർക്കിനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന സത്യം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം ഇത് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാലം ഇനി അങ്ങോട്ട് നടക്കില്ല എന്നുകൂടി ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ തൊഴിൽ മന്ത്രിയെ ഇപ്പോൾ സർക്കാരിൽ നിന്ന് പുറത്താക്കാൻ ക്യൂബ സർക്കാർ തീരുമാനിച്ചത്.